അദ്ധ്യായം 80. അബസ. മക്കയിൽ അവതരിച്ചത്. അബസ എന്നാൽ മുഖം ചുളിച്ചു എന്നർത്ഥം. ചില പ്രമുഖരുമായി നബി സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഒരു അന്ധനായ അനുചരൻ ആ സദസ്സിൽ ചെന്നപ്പോൾ അവിടുന്ന് മുഖം ചുളിച്ച് അനിഷ്ടം പ്രകടിപ്പിച്ചത് ഉചിതമായില്ലെന്ന് 1 മുതൽ 10 കൂടിയുള്ള വചനങ്ങളിൽ ഉണർത്തിയിട്ടുള്ളതിനാലാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേരു നൽകപ്പെട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല. നബി മുഖം ചുളിച്ചു തിരിഞ്ഞുകളഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്ത് ആ അന്ധൻ വന്നതിനാൽ. നബിയെ, നിനക്കെന്തറിയാം, ആ അന്ധൻ ഒരു വേള പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ. അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയും ആ ഉപദേശം അയാൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാമല്ലോ. എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനാകട്ടെ, നീ അവന്റെ നേരെ ശ്രദ്ധ തിരിക്കുന്നു. അവൻ പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനാൽ നിനക്കെന്താണ് കുറ്റം? എന്നാൽ അല്ലാഹുവെ ഭയപ്പെടുന്നവനായിക്കൊണ്ട് നിന്റെ അടുക്കൽ ഓടി വന്നവനാകട്ടെ, അവന്റെ കാര്യത്തിൽ നീ അശ്രദ്ധ കാണിക്കുന്നു. നിസ്സംശയം ഈ ഖുർആൻ ഒരു ഉത്ബോധനമാകുന്നു തീർച്ച. അതിനാൽ ആർ ഉദ്ദേശിക്കുന്നുവോ അവനത് ഓർമ്മിച്ചുകൊള്ളട്ടെ. ആദരണീയമായ ചില ഏടുകളിലാണത്. ഔന്നത്യം നൽകപ്പെട്ടതും പരിശുദ്ധമാക്കപ്പെട്ടതുമായ ഏടുകളിൽ. ചില സന്ദേശവാഹകരുടെ കൈകളിലാണത്. മാന്യന്മാരും പുണ്യവാന്മാരും ആയിട്ടുള്ളവരുടെ. മനുഷ്യൻ നാശമടയട്ടെ, എന്താണവൻ ഇത്ര നന്ദികെട്ടവനാകാൻ? ഏതൊരു വസ്തുവിൽ നിന്നാണ് അല്ലാഹു അവനെ സൃഷ്ടിച്ചത്? ഒരു ബീജത്തിൽ നിന്ന് അവനെ സൃഷ്ടിക്കുകയും എന്നിട്ട് അവന്റെ കാര്യം വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അവൻ മാർഗം എളുപ്പമാക്കുകയും ചെയ്തു.